ടെമ്പിൾസ് ഫോർ ഡിവോട്ടീസ് ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്, ഇതാണ് ഈ സബ്ജക്റ്റിലാണ് ഞാൻ പ്രിപ്പയർഡായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സബ്ജക്റ്റിനെ കളയുന്നു. ഐ ത്രോ എവേ ദിസ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റേ ആവശ്യമില്ല. കാരണം ടെമ്പിൾസ് ഫോർ ഡിവോട്ടീസ്, ഞാനത് സമ്മതിക്കുന്ന ഒരാളല്ല. ടെമ്പിൾസ് ഡിവോട്ടീസിന് കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു ടെമ്പിളെങ്കിലും നിങ്ങൾ ഏത് ഡിവോട്ടിക്ക് കൊടുക്കുക? ടെമ്പിൾ ഡിവോട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് ഡിവോട്ടി? ഫസ്റ്റ് എങ്ങനെയാണ് ടെമ്പിൾ ഡിവോട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ ഇത്രയും അഴിമതി നടത്തുന്ന ദേവസ്വം ബോർഡുകളും സർക്കാരുകളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സിസ്റ്റം പോലും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴും വളരെ രൂക്ഷമായിട്ടുണ്ട് എന്ന് അനുഭവപ്പെടുന്ന ജാതീയ ചിന്തകളിലൊക്കെ ഉള്ള, ഇത് സത്യം പറയുമ്പോൾ പലർക്കും വിഷമം തോന്നും, പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല, സത്യമാണ്. അപ്രിയ സത്യമായിരിക്കാം, പക്ഷെ അത് തുറന്നു പറയുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് പറയുകയാണ്. എന്തായിരിക്കും സ്ഥിതി ഉണ്ടാക്കുക? ഇന്നിപ്പോൾ നമ്മൾ ശബരിമല തന്നെ ഡിവോട്ടീസിന് കൊടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു, ഡിവോട്ടീസിനെ ഏൽപ്പിക്കുന്നു, അവർ നടത്താമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ പ്രസിഡൻറ്റ്, ആരായിരിക്കും അതിൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ്, ആര് തീരുമാനിക്കും? സുകുമാരൻ നായർ തീരുമാനിക്കോ? വെള്ളാപ്പള്ളി തീരുമാനിക്കോ? ശ്രീകുമാർ തീരുമാനിക്കോ? ആര് തീരുമാനിക്കും? അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെമ്പിൾസ് ടു ഡിവോട്ടീസ് ഇല്ല. ഞാൻ അതിന് പകരം ഇത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് തുടങ്ങിയൊരു ക്യാമ്പയിനുണ്ട്, ദേവസ്വംസ് ടു ഡിവോട്ടീസ്. അതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ഹിസ്റ്റോറിക്കലായിട്ട് 1811 കേണൽ മൺറോ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പിന്നീട് വന്ന ഈ പറയുന്ന ദേവസ്വങ്ങളൊക്കെ. 1811 അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 348 വലിയ ക്ഷേത്രങ്ങളും 1171 ചെറിയ ക്ഷേത്രങ്ങളും അതിൻ്റെ സമ്പത്ത് മുഴുവൻ സർക്കാരിലേക്ക് ഏറ്റെടുത്തു. കാരണം അന്ന് സർക്കാർ എന്ന് പറയുന്ന രാജാവിന് ഇത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണെന്ന് ഓർക്കണം. ബ്രിട്ടൻ്റെ ഭരണത്തിലല്ല, ബ്രിട്ടൻ്റെ ഭരണം 1857 ശേഷമാണ് വരുന്നത്. 1811 എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നടക്കുന്ന സമയത്താണ്. അപ്പോൾ കേണൽ മൺറോ ചെയ്ത പണിയാണ് ഈ പറയുന്ന ഇത്രയും ടെമ്പിൾസിൻ്റെ സമ്പത്ത് കംപ്ലീറ്റ് ഏറ്റെടുക്കുകയും 5 ലക്ഷം രൂപ രാജാവ് കമ്പനിക്ക് കൊടുക്കാനുള്ള, അത് എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണത് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് അതിന് ശേഷം വന്ന പിന്നീട് അത് പല രൂപത്തിലും, അപ്പോൾ അന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയും പിന്നെ 1 ലക്ഷം പറ നെല്ലും ഒക്കെ അങ്ങനെ കൊടുക്കാനായിട്ട് അന്ന് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അതിന് എന്ത് പറ്റിയെന്നോ ആ സ്ഥലങ്ങൾക്ക് എന്ത് പറ്റിയെന്നോ ഒന്നും കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നും ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഒരു മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് എളുപ്പമാണ്, പക്ഷെ ആ മുദ്രാവാക്യം ഏത് വിധത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിനുള്ള ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വിളിക്കാൻ നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ദേവസ്വംസ് ടു ഡിവോട്ടീസ്, ദേവസ്വം ബോർഡ് ഷുഡ് കണ്ടിന്യൂ. ആ ദേവസ്വം ബോർഡ് പക്ഷേ ഷുഡ് ബി ഗിവൺ ടു ദ ഡിവോട്ടീസ്. അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ഒരുപക്ഷെ ഇപ്പോഴുള്ള സ്ഥിതിയേക്കാളും വളരെ മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറാനും ഒരു ജാതികൾ തമ്മിൽ അടിക്കാനുമുള്ള ഒരു വലിയ അവസരമായിട്ട് അത് മാറും. ഈ അമ്പലങ്ങളെല്ലാം നിങ്ങളെടുത്തോ, ഹിന്ദുക്കളങ്ങ് എടുത്തോ എന്ന് പറഞ്ഞാൽ ആ ഹിന്ദുവിൻ്റെ ഇടയിൽ ഭയങ്കര അടിപിടി ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ ജാതികൾ, പ്രബല ജാതികളുണ്ട്, തീരെ ചെറിയ ജനസംഖ്യയുള്ള ജാതികളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ വലിയ വിഷമത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് 1949 ഇത്
ഒരു കവനൻ്റ് ഉണ്ടാക്കി. അതായത് നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് ട്രാവൻകൂർ, കൊച്ചിനും റൂളേഴ്സും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട്, അതാണ് പിന്നീട് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങളായിട്ട് മാറി വന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനോട് അനുബന്ധിച്ച് നേരിട്ട് വരുന്നൊരു സബ്ജക്റ്റ് അല്ലെങ്കിലും നമ്മൾ ഇതിനോടൊപ്പം ആർഗ്യൂ ചെയ്യുകയും അത് നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒക്കെ ഇപ്പോൾ കുറച്ച് നേരത്തെ സംസാരിച്ചതാണ്, നമ്മൾ ഹിന്ദു ഐക്യവേദിയിലൊക്കെ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് എല്ലാ അംഗങ്ങളുടെ ഒന്നും അവർ പൈസ പിടിക്കുക, 2500 രൂപ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം അംഗങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും 1000 രൂപ 1500 രൂപയൊക്കെ ഒരു ദിവസം പരമാവധി വരുമാനമുള്ള ബഹുഭൂരിപക്ഷം അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലും കേരള ഗവൺമെൻറ്റിലും ഉന്നയിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി പോലെയും കേന്ദ്രത്തിൽ സച്ചാർ കമ്മീഷൻ പോലെയും ഓരോ കമ്മീഷൻ ഹിന്ദുക്കളുടെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനും അതിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാക്കുന്നതിനുമായിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ മാത്രമേ, ഇപ്പോഴും നോക്കുക, പാലോളി കമ്മീഷൻ വന്നതിന് ശേഷം മുസ്ലിം സമുദായത്തിന് കിട്ടിയ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുക. അതേസമയം ഇപ്പോഴും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലൊക്കെ കിടക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തു എന്ന് പറയുന്ന ആ ഷെഡ്യൂൾ ട്രൈബിലൊക്കെ പെട്ട, എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഉള്ളത്, അത് അടുത്ത മാസം 16-ാം തീയതി പറയാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസം 16-ാം തീയതി ഉണ്ടാകാൻ പോകുന്നൊരു സംഭവത്തിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നും കിട്ടിയിട്ടില്ല, നല്ലൊരു ഭാഗത്തിനും ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ തുകയ്ക്ക് എവിടെ പോയി? ഈ ഇപ്പോൾ ശരിക്കും ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കാനായിട്ട് കേരള ഗവൺമെൻറ്റിന് കിട്ടിയിരുന്ന തുക ഇടുകയാണെങ്കിൽ ഓരോ ട്രൈബിലും 1 കോടി രൂപയുടെയെങ്കിലും സ്വത്തിന് ഉടമയായാണ്. വെറുതെ ബാങ്കിലിട്ടാൽ മതിയായിരുന്നു, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ തുക കിട്ടുന്നത് നേരെ ബാങ്കിലേക്ക് ഇട്ടിട്ട് ഷെഡ്യൂൾ ട്രൈബിൻ്റെ അക്കൗണ്ടിൽ, ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പോലെ കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരായിരുന്നേനെ. ഒരു കുടുംബമല്ല കോടീശ്വരനാകുന്നത്, ഓരോ വ്യക്തിയും ട്രൈബൽ കോടീശ്വരനായിരുന്നേനെ. പക്ഷെ അവർക്കൊന്നും വീടില്ല, അവർക്കൊന്നും യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ല, സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എല്ലാം വളരെ വിഷമത്തിലാണെന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആവശ്യം നമ്മൾ പറയുന്നത്, ഒരു ഇതേപോലെ പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ പോലെ കേരളത്തിലാണെങ്കിൽ അവിടെയും, സച്ചാർ കമ്മീഷൻ പോലെ ഭാരതത്തിൽ അവിടെയും ഒരു കമ്മീഷൻ വെക്കണം. അത് സമയബന്ധിതമായ ഒരു പഠനം നടത്തി ഹിന്ദുക്കൾക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. 11 കൊല്ലമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുപോലെ ഇന്ന് ഞാൻ കയറി വന്നപ്പോൾ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇന്ന് സർദാർ പട്ടേലിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു, ഇന്ത്യയെ ഒറ്റ രാജ്യമാക്കി നിലനിർത്തിയതിൽ. അതുപോലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ബലിദാന അല്ലെങ്കിൽ രക്തസാക്ഷി ദിനമാണ് ഇന്ന്. ആ രക്തസാക്ഷി ദിനത്തിൽ ഞാൻ എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഇതിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി, ദേവസ്വംസ് ടു ഡിവോട്ടീസ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്തത് നോക്കേണ്ടത്. അതിന് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ വരണം. ഭരണഘടനയിൽ വന്നാൽ ഈ ഭരണഘടനയിൽ ഉള്ള 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 3 7th ഷെഡ്യൂളിൽ സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ റെസിഡ്യൂവൽ പവേഴ്സ് എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെയാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം അനുസരിച്ച്. അമേരിക്കയിലാണെങ്കിൽ അതൊക്കെ സ്റ്റേറ്റ്സിനാണ്. പക്ഷേ ഇവിടെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് റെസിഡ്യൂവലായിട്ട് പുതുതായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ അധികാരമുള്ളതാണ്. പക്ഷേ ഒരു സെൻട്രൽ ലോ ഉണ്ടെങ്കിൽ അതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ലോയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് ആ കൺകറൻറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റൂൾസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ റൂൾസ് ഉണ്ടാക്കുന്ന സമയത്തും സെൻട്രലിലെ ലോയിലെ വയലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റദ്ദായി പോകും, അല്ലെങ്കിൽ അത് കോടതിയിൽ പോയാൽ അത് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ 28ാമത്തെ ഐറ്റം നോക്കുക. ഇപ്പോൾ ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ് ഐറ്റം നമ്പർ 28. അത് ഞാൻ വായിക്കാം. ചാരിറ്റീസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് ഈ പറയുന്ന ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ് ഐറ്റം നമ്പർ 28. അപ്പോൾ ഇതനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതേപോലുള്ള ഈ ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾ ഇത് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ കറക്റ്റ് മീ, അല്ല സ്വർഗീകരിക്കുന്നു, അല്ല അദ്ദേഹത്തിന് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ കുറേ പ്രാവശ്യം ഒരുമിച്ച് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആണ്, ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആണ്. HRNC എന്ന് പറയുന്ന ബംഗാളിൽ നിന്ന് തുടങ്ങി മദ്രാസിൽ വന്ന് വീണ്ടും കേരളത്തിൽ വന്ന് അത് ഈ കവനൻറ്റിൻ്റെ കൂടി ഭാഗമായിട്ട് വീണ്ടും ദേവസ്വം ബോർഡ് നിയമങ്ങളായിട്ട് വന്നതുകൊണ്ട് അത് തന്നെയാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ നടപടിയെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സാധ്യമാണ്. അപ്പോൾ ഇത് ഞാൻ 2018 തന്നെ കൊടുത്ത നോട്ടാണ്. ആ നോട്ടിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇത് സുരേഷ് ബാബുവിൻ്റെ കയ്യിൽ കൊടുക്കാം. ഇത് കുറച്ച് വേറെ കോപ്പി ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഇഫ് യു വാണ്ട് കോപ്പീസ് അന്ന് തയ്യാറാക്കിയ നോട്ടാണത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഷെഡ്യൂൾ 7 ലിസ്റ്റ് 2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ, ഈ സ്റ്റേറ്റ് ലിസ്റ്റിലും ഐറ്റം നമ്പർ 7 ഉണ്ട്. ആ ഐറ്റം നമ്പർ 7 പറയുന്നത് പിൽഗ്രിമേജസ് അതർ ദാൻ പിൽഗ്രിമേജസ് ടു പ്ലേസസ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് വിത്തിൻ ഇന്ത്യയുടെ ഉള്ളിലുള്ള പിൽഗ്രിമേജസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പിൽഗ്രിമേജിൻ്റെ മാത്രം ആവശ്യത്തിനല്ല, അത് ചാരിറ്റബിൾ എൻഡോവ്മെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇറ്റ് കംസ് അണ്ടർ ഐറ്റം 28 ഓഫ് ദ ഷെഡ്യൂൾ 7 ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റിൽ. അപ്പോൾ ഇതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് ഉണ്ടാക്കണം. അത് എങ്ങനെ ആക്ട് ഉണ്ടാക്കണം? ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു ആക്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോഴുള്ള 3, 4, 5 ഒക്കെയുള്ള മെമ്പേഴ്സിനൊക്കെ പകരമായിട്ട് ഒരു 11 മെമ്പേഴ്സും ചെയർമാനടക്കം 11 മെമ്പേഴ്സുള്ള അല്ലെങ്കിൽ 15 മെമ്പേഴ്സുള്ള, ഇറ്റ് ഡിപ്പെൻസ്, എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അത് ഒരു ചെയർമാനും അതേപോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പ്രസിഡൻ്റാണെന്ന് പറയുന്ന ചെയർമാനായിട്ട് അങ്ങനെ ഒരു സമിതി കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉണ്ടാക്കണം. നിയമം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കീഴിൽ, അപ്പോൾ അതിനെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ when the central government says, okay, out of 15, 8 members will be nominated by the central government, 7 members will be nominated by the concerned state government, and who will be those members who can be nominated? അപ്പോൾ അതിൽ കണ്ടീഷൻസ് വയ്ക്കും. ഒന്ന്, ഒരു ദൈവവിശ്വാസമില്ലാത്ത എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പാർട്ടിയിലോ ഏതെങ്കിലും അങ്ങനെയുള്ള സംവിധാനത്തിലോ അംഗമാണെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും ഇതിലൊരു മെമ്പറാകാനോ ഇതിലേക്ക് നോമിനേഷൻ വരാനോ ഒന്നും സാധ്യമല്ല. അതോടുകൂടി കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഔട്ട്. കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഈസ് ഗോൺ ഔട്ട്. ദേ കനോട്ട് ബിക്കം. കാരണം അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ നോട്ട് ഓൺലി ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് സത്യപ്രതിജ്ഞ ചെയ്താൽ പോരാ, അവർ തന്ത്രസമുച്ചയത്തിൻ്റെ അതിൽ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണം. ഞങ്ങൾ ക്ഷേത്രത്തിലെ ബിംബാരാധനയിൽ വിശ്വസിക്കുന്നു എന്ന് കൂടി സത്യപ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് യാതൊരു വിധത്തിലും കമ്മ്യൂണിസ്റ്റിന് പിന്നെ അടുത്തൊരു കണ്ടീഷൻ കൂടി വയ്ക്കുക. ഇനി അങ്ങനെ ഒരാൾ വരികയാണ്, പാർട്ടിയൊക്കെ രാജിവെച്ച് വരികയാണെങ്കിൽ ഇറ്റ് ഷുഡ് ടേക്ക് അറ്റ്ലീസ്റ്റ് 10 years ഫോർ ഹിം ടു ബിക്കം എ പ്രോപ്പർ ഡിവോട്ടഡ് ഹിന്ദു. സോ ദാറ്റ് 10 years he should
അമ്പലത്തിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് 10 വർഷത്തെ നന്നായിട്ടൊരു ഹിന്ദു ആയിട്ട് വന്നിട്ട് ലെറ്റ് ഹിം ബിക്കം എ ഹിന്ദു ആൻഡ് ബിക്കം എ എലിജിബിൾ ടു ബിക്കം എ മെമ്പർ ടു ബി നോമിനേറ്റഡ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഏത് ഗവൺമെൻറ് ആയാലും ഈ നോമിനേഷൻസ് വരുന്നത് ഇങ്ങനെയുള്ള. പിന്നെ ഇതിൽ കമ്പൽസറി ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ സനാതനധർമ്മം പഠിപ്പിക്കണം. അപ്പോൾ ഏത് സനാതനധർമ്മം പഠിപ്പിക്കണം? ആ സനാതനധർമ്മം പഠിപ്പിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി കേരളത്തിലൊക്കെ, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ പറയുകയാണെങ്കിൽ നേരിട്ട് പേര് പറയാം. ചിദാനന്ദപുരി സ്വാമിജി ചെയർമാനും അതുപോലെ മനോജ് ജി ആർഷവിദ്യാ സമാജത്തിൻ്റെ അതിൻ്റെ കോർഡിനേറ്ററും ഒക്കെ ആയിട്ടുണ്ടാകുന്ന എല്ലാ മഠങ്ങളെയും നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ള ഒരു, പിന്നെ പുറത്തുനിന്ന് ഡിവോട്ടീസിൻ്റെയും അമ്പലങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ള ഒരു സമിതി അതിൻ്റെ സിലബസ് ഉണ്ടാക്കണം. ആ സിലബസ് അനുസരിച്ചുള്ള സനാതനധർമ്മമാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ പലപ്പോഴും പഠിപ്പിക്കുന്ന സനാതനധർമ്മം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ രാമായണ മാസം ആചരിക്കാറുണ്ട്. രാമായണ മാസം ആചരിക്കുന്നത് അധ്യാത്മരാമായണമാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ വായിക്കാറില്ല കേട്ടോ. ഞാൻ അത് വായിക്കാറില്ല. കാരണം എനിക്ക് ഒരിക്കൽ മനസ്സിലായി, നമ്മുടെ രാജാഭിഷേകം വരെയുള്ളൂ വാൽമീകി രാമായണം എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് നമുക്കുള്ളത് അത് നോക്കാറില്ല. അപ്പോൾ അതിൽ ശംഭൂകവധവും സീതാപരിത്യാഗവും ഏത് വിധത്തിലാണ് ജസ്റ്റിഫൈ ചെയ്യുക? നിങ്ങൾ സനാതനധർമ്മം പഠിപ്പിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം ചോദിക്കണം. ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. സനാതനധർമ്മത്തിൽ ചട്ടമ്പി സ്വാമിജികൾ പറഞ്ഞിരിക്കുന്നത് പോലെ ദുഷ്ട പണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യ വസ്തുക്കൾ കുറേയുണ്ട്. ആ പണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യ വസ്തുക്കൾ മാറ്റി അതിൽ നിന്നുള്ള സനാതനധർമ്മയെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനമായിട്ടൊരു കാര്യം. അപ്പോൾ അതിൻ്റെ സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരം ആളുകളെയൊക്കെ കൃത്യമായിട്ട് നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്ന ആ സിലബസ് അനുസരിച്ച് പഠനം നടത്താനായിട്ട് അമ്പലങ്ങൾ ബാധ്യസ്ഥമായിരിക്കണം. അവിടെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അവിടെ വരുന്ന കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉണ്ട ഒരു വലിയ പ്രധാന കാര്യമാണ്. ക്ഷേത്രങ്ങളിൽ പോയാൽ ഒന്നും മൂത്രം ഒഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് അതിനൊക്കെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന ആൾക്കാർക്ക് പോലും അവിടെ പോലും ഒരു സാമാന്യന ആവശ്യമുള്ള ടോയ്ലറ്റ് സംവിധാനം ഇല്ല. അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാകണം. കാരണം ഇത്രയധികം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ, ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മൂത്രം ഒഴിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അശുദ്ധം മാറ്റാനായിട്ട് പൂജയൊക്കെ രണ്ടാമത് എത്ര ചെയ്യേണ്ടി വരും? അവനൊക്കെ അപ്പിയിട്ട് വെച്ചാൽ, അവളൊക്കെ അപ്പിയിട്ട് വെച്ചാൽ എന്തു ചെയ്യും? കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വേണമെന്നോ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ക്ഷേത്രത്തോടനുബന്ധിച്ച് സാമാന്യം നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ടാകണം. അതുപോലെ ഇപ്പം ഞാൻ ശ്രീ സുരേഷ് ബാബുവിനോട് കുറേ നാളായിട്ട് പറയുന്നതും ഞാനിത് ഏതെങ്കിലും കുറച്ച് ക്ഷേത്രത്തിൽ നടപ്പാക്കണം എന്ന് ഈയിടെ വന്ന കുറേ ആൾക്കാരോട് പറഞ്ഞതുമാണ്. അതായത് ക്ഷേത്രങ്ങൾ ഹൈന്ദവൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റണം. ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ, ആ ആധ്യാത്മിക വളർച്ചയുടെ കാര്യമാണ് ഞാൻ അണ്ടർലൈൻ ഇട്ട് പറഞ്ഞത്. അത് ചിദാനന്ദപുരി സ്വാമിജി പോലെയുള്ള സ്വാമിജിമാരും അതുപോലെ എല്ലാ മഠത്തിൻ്റെ ആൾക്കാർ ഇരുന്നോട്ടെ, അതുപോലെയുള്ള ആർഷവിദ്യാ സമാജം പോലെയുള്ളവർ തയ്യാറാക്കുന്ന സിലബസ് അനുസരിച്ച് പഠിപ്പിക്കണം. അതുപോലെ ആ സ്ഥലങ്ങളിലെല്ലാം ഓരോ ചെറിയ ഹാളുണ്ടായിട്ട്, ഇതുപോലെ ഇത്ര സൗകര്യമൊന്നും വേണമെന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും അതിന് ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ടാകണം. ആ ഇവിടങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ 5 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സനാതനധർമ്മം പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, അവർക്ക് കോമ്പറ്റീഷൻ കൊടുക്കണം, സമ്മാനങ്ങൾ കൊടുക്കണം, അവരതിൽ ഒരു വഴിക്ക് ആകർഷിക്കണം. രണ്ടാമത് നമ്മളിപ്പോൾ അമൃത ടി വിയിലൊക്കെ കാണാറുണ്ട്, ഒന്നാന്തരം രാഹുൽ എന്നൊക്കെ എനിക്ക് തോന്നുന്നു. രാഹുൽ ഇപ്പോൾ ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു. ഒന്നാന്തരമായിട്ട് എനിക്ക് അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുക. ഇയാളൊക്കെ സംസ്കൃതത്തിൽ ഓരോന്ന് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകില്ല. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി അത് പഠിച്ചില്ല. പക്ഷേ അത്രയും നല്ല കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് എന്നെ ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ അങ്ങനെ പഠിപ്പിക്കണം. ബാക്കി 5 ദിവസങ്ങളിൽ
നമ്മൾ കഴിയുന്നത്ര ദിവസങ്ങളിൽ അവിടെ നമ്മുടെ സ്റ്റാർട്ടപ്പും സ്റ്റാൻഡപ്പും എല്ലാം ഓരോ മുദ്രാ ലോണും ഒക്കെ എടുത്തിട്ട് എങ്ങനെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ അവിടെ ഉണ്ടാകുന്ന സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. കാരണം ഇനിയുള്ള കാലത്ത് നമുക്ക് എയും കൂടി വന്നുകൊണ്ട് ഗവൺമെൻറ് ജോബ്സ് വളരെ കുറവായിരിക്കും. അതുപോലെ പബ്ലിക് സെക്ടറിൽ ഉണ്ടാകുന്ന ജോബ്സ് വളരെ കുറവായിരിക്കും. പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന ജോബ്സും വളരെ സാമാന്യേന വളരെ കുറവായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും ആ ഡോക്ടറുടെ ഉപയോഗം കുറയും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലായിട്ട് പോയി കാണാൻ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ചെക്കപ്പ് എടുത്തു നമ്മൾ അത് ഫീഡ് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് കമ്പ്യൂട്ടർ ആൻസർ ചെയ്യും, നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, യു ടേക്ക് ദിസ് മെഡിസിൻ എന്ന്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെവലിൽ പോയാൽ മാത്രമാണ് നമുക്കൊരു പേഴ്സണൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യം വരിക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ 30-40 ജൂനിയേഴ്സൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇനി 4-5 പേര് മതി. ബാക്കിയെല്ലാം ഇത് ചെയ്തോളും. കംപ്ലീറ്റ് തയ്യാറാക്കി കൊടുത്ത് അതിൽ അഡീഷണലായിട്ട് ചേർക്കാനുള്ള സാധനങ്ങൾ മാത്രം മനുഷ്യപ്രവൃത്തിയിൽ ചേർത്താൽ മതി. അത് ചേർത്ത് കൊടുത്താൽ കംപ്ലീറ്റ് അഫിഡവിറ്റ്സായി, പേപ്പേഴ്സായി, കോടതിയെ കൊടുക്കാനായി, കോടതി കൊടുത്തു, എല്ലാം കഴിഞ്ഞു വരും. അപ്പോൾ അതിനൊക്കെ മാൻ പവർ വളരെ കുറവ് മതിയാവും. അതുകൊണ്ട് നമുക്കുള്ളത് അടുത്തത് അത് നമ്മൾ സംരംഭകത്വം, എൻ്റർപ്രണർഷിപ്പിലേക്ക് പോകണം. ഈ സമൂഹം നന്നാകണമെങ്കിൽ എൻ്റർപ്രണർഷിപ്പിലേക്ക് പോകണം. അതിൻ്റെ ഒരു സെൻറ്ററായിട്ട് ക്ഷേത്രത്തെ കൊണ്ടുവന്നാലുണ്ടാകുന്ന ഒരു പ്രയോജനം. ഇത് ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു 2-3 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്താണ്, വൈകിട്ട്. അപ്പോൾ ഒരു സ്വാമിജിയുണ്ട്, എനിക്ക് സ്വാമിജിയുടെ പേരൊന്നും ഓർമ്മയില്ല. എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇനി ഇതൊരു വ്യവസായ കേന്ദ്രം കൂടി ആക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നതെന്ന്. എന്തായാലും അവിടെ ഇരുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ ഡിഫറൻ്റ് ആയിരുന്നു. അവരെല്ലാം നേരെ മറിച്ച് പറഞ്ഞു സ്വാമിജിയോട്, സ്വാമിജിക്ക് യാഥാർത്ഥ്യം അറിയില്ല, അതുകൊണ്ടാണ് സ്വാമിജി ഇത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അങ്ങനെ ആ സ്ഥലത്ത് അവിടെ നമ്മുടെ ഒരു ഭൗതിക നേട്ടത്തിനുള്ളൊരു കേന്ദ്രമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും യുവാക്കളും യുവതികളും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര ബിലോ 30 എത്ര പേരുണ്ട്? ഐ ഡോണ്ട് തിങ്ക് നോട്ട് ഈവൺ 1. അപ്പോൾ അതുകൊണ്ട് നോട്ട് ഈവൺ 1. ഇനി ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ അതിൽ കൂട്ടുന്നില്ല, ഇവരെല്ലാം ജോലിയായിരിക്കുന്നവർ. സോ നോട്ട് ഈവൺ 1. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വരണമെങ്കിൽ അവർക്ക് മനസ്സിലാകണം, ഞങ്ങളിവിടെ വന്നാൽ ഒന്ന്, ഞങ്ങളെ തെറ്റായ കാര്യങ്ങൾ ഇവർ പഠിപ്പിക്കില്ല. 2, ഞങ്ങൾക്ക് ഭൗതികമായി നേട്ടത്തിന്, ഞങ്ങൾക്കൊരു വ്യവസായം തുടങ്ങാനോ, ഞങ്ങൾക്കൊരു സംരംഭം തുടങ്ങാനോ, ഞങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ അത് പറഞ്ഞു തരാൻ ആളുണ്ട്, ഗൈഡ് ചെയ്ത് തരാൻ ആളുണ്ട്. ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. 2 സ്ത്രീകൾ അവരുടെ സ്ഥലത്ത് മഞ്ഞൾ നട്ടു. ആകെ 6-7 സെൻറ്റ് സ്ഥലമുള്ളൂ. മഞ്ഞൾ നട്ടപ്പോൾ ആ ഉണ്ടായ മഞ്ഞൾ വളരെയധികം മഞ്ഞൾ കൂടുതലുണ്ടായി അവരുടെ ഉപയോഗത്തിൽ. അപ്പോൾ അവർ വിചാരിച്ചു ഇത് എന്ത് ചെയ്യും കൂടുതലുള്ള മഞ്ഞൾ. അങ്ങനെ അവരത് പൊടിച്ച് മഞ്ഞൾപ്പൊടിയാക്കി അയൽക്കാർക്കൊക്കെ കുറച്ച് കൊടുത്തു. അപ്പോൾ അടുത്ത തവണ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ കൂടി സ്ഥലം ലീസിനെടുത്തിട്ട് അതിൽ മഞ്ഞൾ കൃഷി ചെയ്തു. ആ മഞ്ഞൾ അവർ നന്നായിട്ട് പൊടിച്ച് അത് വിൽക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ അവർ ഒരു 10-25 പേർക്കെങ്കിലും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന നല്ല 2 സംരംഭകരായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് നല്ല വ്യവസായം എന്ന് പറഞ്ഞ പോലെ നല്ല ഇൻകം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ സ്വാമിജി തന്നെ അന്ന് പറഞ്ഞു കരിക്ക് വെട്ടുന്ന കാര്യം തുടങ്ങി. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ധർമ്മസന്ദേശ യാത്രയുടെ അവസാനത്തിൽ അന്ന് സ്വാമിജി പറയുകയുണ്ടായി, ചേതനപുരി സ്വാമിജി, അതെന്താ ചെയ്താൽ മീൻ കച്ചവടം നടത്തിയാൽ എന്താണ്, ഇത്ര മീനൊക്കെ കഴിക്കാൻ തുടങ്ങി കച്ചവടം നടത്താം, പച്ചക്കറി കച്ചവടം നടത്തിയാൽ എന്താണ്, അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പം കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ മേഖലകളെല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഒരു വിഭാഗം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം പൊട്ടിച്ചു വേണം അവിടേക്ക് കയറണമെങ്കിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ക്ഷേത്രങ്ങൾ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അതിന് ഉണ്ടാകുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ കഴിയുന്ന ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന വലിയ ക്ഷേത്രങ്ങളാണെന്നുള്ളതിന് യാതൊരു ഡൗട്ടുമില്ല. അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴൊക്കെ നമ്മളെ ആഘോഷങ്ങൾക്ക്, ഇപ്പം നമ്മുടെ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ആഘോഷങ്ങളിൽ നിന്ന് ആഘോഷങ്ങളിലേക്കുള്ള ഒരു ഒഴുക്കാണ് ഹിന്ദുവിനുള്ളത്. ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം എത്ര ആഘോഷങ്ങൾ വന്നു നോക്ക്. ഇതെല്ലാം കെട്ടിപ്പടുക്കുന്നതൊക്കെ ഇവർ സെയിം ആൾക്കാർ തന്നെയായിരിക്കും. ശരിക്കും അവർക്ക് ലോകത്തിൽ വേറൊരു കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് നോക്കാനുള്ള സമയമില്ല.
ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ആഘോഷം വന്നു, അടുത്ത ആഘോഷം വന്നു, അടുത്ത ആഘോഷം വന്നു. ഇതാ ഇനിയിപ്പോൾ നമ്മുടെ ദീപാവലി കഴിഞ്ഞുള്ളൂ, ഇനിയിപ്പോൾ ശബരിമല തുടങ്ങി, അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ തുടങ്ങി. അപ്പോൾ ഈ ഇതിനോട് അനുബന്ധിച്ച് പറഞ്ഞു പോകുന്നതാണ് ഈ അമ്പലങ്ങളിലൊക്കെ ഈ മൈക്ക്. അമ്പലങ്ങളിൽ ഞാൻ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വന്ന സമയത്ത് 85, 86 കഴിഞ്ഞ് 91 മുതൽ ഞാനിവിടെ ഏകദേശം സ്ഥിരമായിട്ട് 91 മുതൽ തിരുവനന്തപുരത്ത് 1 വർഷം മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ കൊച്ചി കമ്മീഷണറായിട്ട്. അല്ലാത്ത എല്ലാ വർഷവും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അന്ന് സ്ഥലം അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ചോദിക്കും, അമ്പലമുണ്ടോ അടുത്ത്, പള്ളിയുണ്ടോ അടുത്ത്, മോസ്ക് ഉണ്ടോ അടുത്തെന്ന്. പലരും വിചാരിച്ചു ഇയാൾ വലിയ ഒരു ഇതിൻ്റെ അമ്പലത്തിലൊക്കെ പോകാൻ താല്പര്യമുള്ള ഒരാളാണ്. ഞാനിത് ചോദിക്കുന്നതിൻ്റെ അർത്ഥം അവിടെ നിന്നുള്ള ശല്യമില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സ്ഥലം വാങ്ങിക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ ഉത്സവമോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു 10, 100, 200, 500 മീറ്റർ, 1 കിലോമീറ്റർ, 2 കിലോമീറ്ററൊക്കെ വെച്ച് അവിടേക്ക് എല്ലാം മൈക്ക് വെച്ച് അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചോദിച്ചാൽ പറയും ബാങ്ക് വിളിക്കുന്നില്ലേ. അതുകൊണ്ട് നിങ്ങൾ കേസരി വാരിക വായിച്ചോന്നറിയില്ല, കേസരിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം ബാങ്ക് വിളിയുടെ. അപ്പോൾ ഞാൻ ADG ഇൻ്റലിജൻസ് ആയിരിക്കുന്ന സമയത്ത് റിട്ടയർ ചെയ്ത ഒരു DGP, അദ്ദേഹം മുസ്ലിം സമുദായത്തിലാണെന്ന് മാത്രമല്ല ഒരു ഹാർഡ് കോർ മുസ്ലിം എല്ലാം നോക്കിയിരുന്ന ഗോപിക്ക് പറയാതെ തന്നെ ആളെ ഞാൻ തൊടുന്നുണ്ട്, പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സനിൽകുമാറെ ഒരു കാര്യം ചെയ്തു തരണം. എന്തിനാണ് ഈ ലോക്കൽ പോലീസിലല്ലാത്ത ഇൻ്റലിജൻസിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നെ വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇനി പള്ളി ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ മണക്കാട് പള്ളിയുടെ ഇന്ന് മൈക്ക് വെച്ചിരിക്കുന്നതിൽ ഒരു ഭാഗത്തേക്കുള്ള മൈക്ക് നേരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ 5 തവണ ബാങ്ക് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു രക്ഷയില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കി തരണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളൊരു ഹിന്ദു കൂടിയാകുമ്പോഴേ എങ്ങനെയാണത് ചെയ്യുക. ഇനി അവരോട് അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 1ാം തരം ഓഫീസർ, മുസ്ലിം ഓഫീസറാണ്, DYSP ആണ്. അദ്ദേഹം സിറ്റിയുടെ ചാർജിലുമായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിൽ. അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ഷാഫി നമ്മൾക്ക് ഇതൊന്ന് ചെയ്യണമല്ലോ, ഇങ്ങനെയാണ് കാര്യം. ഷാഫിക്കും വലിയ അത്ഭുതം. ഇങ്ങനെ ഒരു മുസ്ലിം ആയിട്ടുള്ള, അത് ഡിവോട്ടഡ് മുസ്ലിം ആയിട്ടുള്ള അദ്ദേഹം തന്നെ പറയുന്നു ഈ മൈക്കൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയാനായിട്ട്. എന്തായാലും ഷാഫിയുടെ കഴിവുകൊണ്ട് ആ മൈക്ക് ഡയറക്ഷൻ മാറ്റി. അങ്ങനെ അദ്ദേഹത്തെ രക്ഷിച്ചു. ഇതിലും കൂടുതൽ ശല്യത്തോടെ ഹിന്ദുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളുടെ കുട്ടികൾക്കൊന്നും പഠിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒന്ന്, ക്ഷേത്രങ്ങളിൽ, വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 10% കൂടുതൽ ആഘോഷത്തിന് ഉപയോഗിക്കരുത്. ബാക്കി 90%ഉം ഇതുപോലുള്ള ഈ ഞാനീ പറഞ്ഞ ചെറിയ ഹാളുകൾ കെട്ടാനും അവിടെ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എക്സ്പെർട്സിനെ കൊണ്ടുവരണമെങ്കിൽ പൈസ കൊടുക്കണം. ഞാൻ തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് എത്ര പൈസ തരുന്നൊക്കെ ചോദിച്ച ആൾക്കാർ എന്നോട് ചോദിച്ചു തുടങ്ങി കേട്ടോ. സോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു രക്ഷാധികാരി ആണല്ലോ അല്ലേ, ശരിയുണ്ട്. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുറേ ഉദാഹരണങ്ങൾ ഒരു 10-20 എണ്ണം കൊടുത്താൽ പിന്നെ എല്ലാം സ്വന്തമായിട്ട് നടന്നു വരും. ആദ്യത്തെ ആ ബുദ്ധിമുട്ട് ഇനർഷ്യ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ മുഖച്ഛായ മാറ്റും, സൊസൈറ്റിയുടെ മുഖച്ഛായ മാറ്റും. പല കാര്യങ്ങളെ കൊണ്ട്. ഒന്ന്, ഈ പറയുന്ന മൈക്കൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന വിധത്തിൽ വയ്ക്കുക. നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്ന അവിടേക്കുള്ളതായിട്ട് വയ്ക്കുക. ആഘോഷങ്ങൾ, ഇപ്പോൾ തൃശ്ശൂർ പൂരം, ഞാൻ തൃശ്ശൂർക്കാരനും കൂടി ആയതുകൊണ്ട് പറയുകയാണ്, ഇനി അവിടെ ഇപ്പോൾ ഉള്ള വിധത്തിൽ നടത്താതിരിക്കുകയാണെങ്കിൽ അത് കമേഴ്ഷ്യലായിട്ട് പോയി കഴിഞ്ഞു. അതൊരു ആചാരമൊന്നുമല്ല. ആചാരത്തിലുപരി അതൊരു ടൂറിസത്തിലുപരി അതൊരു കമേഴ്ഷ്യൽ പർപ്പസാണ്. അതുകൊണ്ട് സ്വർണ്ണക്കടക്കാരും അതുപോലെയുള്ള മറ്റ് കച്ചവടക്കാരും എല്ലാം വിഴുങ്ങിയിരിക്കുന്നതാണ്. അതിനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു 4-5 ഉത്സവങ്ങൾ വേർ വി കനോട്ട് കൺട്രോൾ നൗ, ഇൻ ദ സെൻസ് ദാറ്റ് ആ കൺട്രോൾ ചെയ്യുന്നതിൽ വലിയ ഫലമൊന്നുമില്ല, കാരണം അത് നടക്കട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ മറ്റ് ക്ഷേത്രങ്ങളിൽ എന്തിന് നമ്മൾ ഈ ആനയും കരിമരുന്നൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കണം. ഞാനിതിൽ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഏതിലേക്കാണ് നമ്മൾ ഈ ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുത്തിട്ട്
ദേവസ്വത്തിനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ദേവസ്വത്തിലുള്ള ക്ഷേത്രങ്ങളെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. കാരണം അങ്ങനെ പോയിട്ട് ഓരോ പൗരനും, അതായത് ഹൈന്ദവ സമൂഹത്തിലെ ഓരോരുത്തർക്കും ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ശബരിമലയുടെ കാര്യം പറഞ്ഞു, 2 പേരെ എനിക്ക് ശേഷം സംസാരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഞാൻ അവരോട് ഇവിടെ നിന്ന് 2 ചോദ്യം ചോദിക്കുകയാണ്. അവർ ആരാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒന്ന്, നിങ്ങൾ 2 പേരോട് ശബരിമലയിലേക്ക് ചുറ്റും എത്ര പള്ളികളുണ്ടെന്നറിയാമോ? ക്യാൻ യു ടെൽ മീ? ഇല്ല. ശബരിമലയ്ക്ക് ചുറ്റും 198 പള്ളികളുണ്ട്. 198 പള്ളികളുണ്ട്. അപ്പം അത് കിടന്നോട്ടെ, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ എയർപോർട്ട് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് സ്വന്തം സ്ഥലമാണ്, ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. ആ സ്ഥലം മറ്റേ ഇവർക്ക് കൊടുത്തെന്നും പറഞ്ഞ റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് അതും ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് എന്നാൽ പോലും. എന്നിട്ട് ആ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെ എയർപോർട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ബേജരാക്കുകയാണ്, എല്ലാമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിർത്തണമെങ്കിൽ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം ഒരു 10-50,000 ഏക്കർ സ്ഥലമെങ്കിലും മിസ്സിംഗ് ആണ്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എനിക്ക് എൻ്റെ ഒറിജിനൽ ഡാറ്റ ചോദിച്ചിട്ട് കുമ്മനം ചേട്ടനോട് ചോദിച്ചിട്ട് അവസാനം കുമ്മനം ചേട്ടൻ പറഞ്ഞു അന്നുണ്ടായത് സത്യേന്ദ്ര സരസ്വതി സ്വാമിജിക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രേഖയില്ല എന്ന് പറഞ്ഞു. അത് പാളയത്ത് കാണുന്ന ചെറിയ ഗണപതി ക്ഷേത്രത്തിന് 92 സെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 9 സെൻറ്റ് ഉള്ളൂ എന്ന് പറയുന്നു. ആ 92 സെൻറ്റിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ അറിയായിരിക്കും, കാരണം ദേവസ്വത്തിനൊന്നും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഈ ദേവസ്വം ഭൂമിയിൽ കയ്യേറ്റം നടത്തിയാൽ അഴകിയ കാവ് എന്ന് പറഞ്ഞ് പള്ളുരുത്തിയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരാൾ എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. അതിൽ 12 ഏക്കർ മറ്റോ സ്ഥലമുണ്ട്. ഇത് മുഴുവൻ സുഡാപ്പികൾ കയ്യേറ്റം നടത്താനും അതിലെ റോഡ് വെട്ടാനും അതിനനുസരിച്ച് ആഡിയോ ഉത്തരവിടാനും ഇത് ക്ഷേത്രഭൂമിയല്ല എന്ന് ഉത്തരവിട്ട് ഇവർ കോടതിയിൽ പോയി ഓർഡർ വാങ്ങാനും ഒക്കെ ആയിട്ട് എനിക്ക് അത്ഭുതമുള്ളത്, നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളുരുത്തിയിലെ അഴകിയ കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഒരാൾ മാത്രമായിട്ട് അത് ഫൈറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മനോരമക്കാർ മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ 400 ഏക്കർ സ്ഥലമാണ് മനോരമക്കാർ എടുത്തുകൊണ്ട് പോയത്. അതിപ്പോൾ അവസാനം ഫൈറ്റ് ചെയ്ത അവസാനം കിട്ടിയിട്ടില്ല. ഓർഡറായി, കോടതി ഉത്തരവായി, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നടക്കുക. പിന്നെ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, നമ്മളെല്ലാം തുല്യന്മാരായിട്ടുള്ള പൗരന്മാരാണ് ഭാരത സമൂഹത്തിൽ നിന്ന്. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ തുല്യ പൗരന്മാരല്ല. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന് ഇന്ത്യൻ ഭരണഘടന കൊണ്ട്, 2 സുപ്രീം കോടതി കൊണ്ട്. ഈ 2 ഭരണ കാരണങ്ങൾ കൊണ്ട് ഹിന്ദുക്കൾ, അത് ആനന്ദരംഗനാഥൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 8ാം ക്ലാസ് സിറ്റിസൺസാണ് ഹിന്ദുക്കൾ. ഞാൻ 2nd ക്ലാസ് സിറ്റിസൺസ് ആണെന്നാണ് പറയാറ്, പക്ഷെ അദ്ദേഹം പറയുന്നത് 8ാം ക്ലാസ് സിറ്റിസൺസാണ്. അദ്ദേഹം 9 കാര്യങ്ങൾ സുപ്രീം കോടതി ചെയ്ത തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം 1, 2, 3, 9 ഇടുന്നുണ്ട്. അതിൽ 10ാമത്തെ കാര്യമായിട്ട് ഞാൻ ഇടുക ആർട്ടിക്കിൾ 29 and 30. ഇതാണ് ഇവിടെ മജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. എന്നാൽ ഈ മജോറിറ്റി ഇത് പ്രധാനമായിട്ടും വന്നത് ഭാഷാപരമായിട്ടൊക്കെയാണ്. ഇതിൽ വായിച്ചു നോക്കിയാൽ ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്, മലയാളത്തിലും എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ് അത് ഭാഷാപരമല്ല, മതപരമാണ്. ആ മതപരമായിട്ട് 29-30 അനുസരിച്ച് ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്തുകൊണ്ട് വന്നു? അത് ഹിന്ദുവിന് മാത്രം, ഹിന്ദു സ്കൂളുകൾക്ക്, ഹിന്ദു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രം 25% റിസർവേഷൻ ബാക്കിയെല്ലാം കൊടുക്കാനായിട്ട് ബാധ്യത വന്നു. അത് ന്യൂനപക്ഷം, ഇപ്പോൾ കേരളത്തിൽ 90% എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ളത് ഈ ന്യൂനപക്ഷങ്ങൾക്കാണ്. അവർക്ക് ഒരു ബാധ്യതയില്ല ഈ പറയുന്ന SC/ST നോക്കാനും EWS നോക്കാനും ബാക്കിയുള്ളവരെ നോക്കാനും ഒന്നും. അതേസമയം ഹിന്ദുക്കൾ നടത്തുന്ന 10% ഈ ബാധ്യത മുഴുവൻ നോക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ഫൈനാൻഷ്യലായിട്ട് അവന് അത് നോക്കാൻ പറ്റില്ല, അവൻ തകർന്നു പോകും. അത് വന്നതിന് ഒറ്റ കാരണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29 and 30 ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ആർട്ടിക്കിൾ 29 and 30 വാസ്തവത്തിൽ നമ്മൾ അതിൻ്റെ ഡിസ്കഷനിലേക്കൊക്കെ പോയാൽ നമ്മുടെ ഭരണഘടന
രൂപീകരണ സമിതിയുടെ ഡിസ്കഷനിലൊക്കെ പോയാൽ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. കീ ഡിബേറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പൻസ് ഇതേപോലുള്ള കാര്യങ്ങൾ ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് സമയം പോകുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ഗിസ്റ്റ് ഇതാണ്. അതായത് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ളതല്ലേ, അവരെല്ലാം ചെയ്തോളും. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് അവരെ ഹിന്ദുക്കൾ ചിലപ്പോൾ ഒതുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മളിത് പ്രത്യേകം എഴുതി വയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇത് ഹിന്ദുവിന് ഇല്ല എന്ന് വിധിച്ച സുപ്രീം കോടതിയുടെ തെറ്റാണ്. ആ വിധികൾ ഉണ്ടാക്കിയ സുപ്രീം കോടതിയിൽ അതിൽ വന്ന തെറ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ വിഭാഗം കേസുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഉണ്ണികൃഷ്ണൻ കേസ് ടു ഇനാംദാർ കേസ് എന്ന് പറയുന്ന 1992 ഉണ്ണികൃഷ്ണൻ കേസ്, അത് 50% മെരിറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധയൂന്നി വന്ന് അതിനുശേഷം കുറേ കേസുണ്ടായി. TAPI കേസുണ്ടായി. അതിനൊക്കെ ശേഷം വന്ന് ഏറ്റവും ലാസ്റ്റ് വന്നത് എനിക്ക് തോന്നുന്നു 9 ബെഞ്ച് ജഡ്ജ്മെൻ്റാണ്. ഇനാംദാർ കേസിൽ വന്നിട്ട് പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് ഇതൊക്കെ നടത്താനായിട്ട് ഇങ്ങനെ പ്രത്യേക അധികാരമുണ്ട്, അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നടത്താം. അങ്ങനെ വന്ന് ഒരു ആൾമോസ്റ്റ് 180 ഡിഗ്രി ചേഞ്ച് ചെയ്ത് തുടങ്ങിയതിലെന്തോ അതിന് വ്യത്യസ്തമായിട്ടൊരു വിധിയിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ആർട്ടിക്കിൾ 29-30 ഈസ് അസ്യൂം ടു ബി ഈക്വലി അപ്ലിക്കബിൾ ടു ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇപ്പോൾ മൈനോറിറ്റി ഏതാണ് മെജോറിറ്റി ഏതാണെന്ന് ഭരണഘടന നിശ്ചയിക്കുന്നില്ല, പറയുന്നില്ല. അത് സ്റ്റേറ്റ് ബേസ്ഡ് ആണോ സെൻട്രൽ ബേസ്ഡ് ആണോ എന്ന് പറയുന്നില്ല. ഇപ്പോൾ 8 സ്റ്റേറ്റുകളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. വാസ്തവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വി ഷുഡ് ഹാവ് എ ഡിമാൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ഡിസ്ട്രിക്ട്സ്. കാരണം ആ ഡിസ്ട്രിക്റ്റിലാണ് ഒരു സംരക്ഷണം ആവശ്യം വരുന്നത്. ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഉള്ള ക്രിസ്ത്യാനികളും മുസ്ലിമുകളും എല്ലാം ഇവിടെ ന്യൂനപക്ഷമാണ്, കാരണം അത്രയധികം ഹിന്ദുക്കളുണ്ട്. പക്ഷേ മലപ്പുറത്തുള്ള ഹിന്ദുക്കളുടെ സുരക്ഷ എങ്ങനെയാണെന്ന് 1921 നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ബേസ്ഡ് അല്ല വേണ്ടത്, അത് ജില്ലാ ബേസ്ഡ് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തയ്യാറാക്കിയാൽ മാത്രമേ അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്നോട് ചോദ്യം ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ഞാൻ ഈ നോട്ട്സ് കൂടുതൽ എല്ലാ നോട്ട്സും എടുത്തിട്ടുണ്ട്. പറയാതിരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് മറ്റൊരു പ്രോഗ്രാമിന് പോകാനായിട്ട് കണ്ണൂർക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിലുള്ള വഴി എന്ന് പറയുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് പോലെ നോട്ട് ചെയ്യാനായി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെൻട്രൽ ആക്ട് മുഖേന ഇതുപോലുള്ള 5 ദിവസങ്ങളോ ഇനി അതിൽ കൂടുതൽ ദിവസം വേണോ അല്ലെങ്കിൽ ഒരു ദിവസമോ ആയിട്ടുണ്ടാക്കുക. അതിൽ 11-15 പേരെ മെമ്പേഴ്സും ചെയർമാനായിട്ട് വയ്ക്കുക. ചെയർമാനുള്ള കണ്ടീഷൻസ് എല്ലാം അത് പറയാം. അതേപോലെ അതിലേക്ക് വരാനായിട്ട് മിനിമം കണ്ടീഷൻസ് പറയുക. ഇപ്പോൾ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നോമിനേറ്റ് ചെയ്യുന്ന MLA-മാർക്ക് വേണ്ട യോഗ്യതകൾ അസംബ്ലി തന്നെ നോമിനേറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ എങ്ങനെയുള്ളവരായിരിക്കണം? മാർക്സിസ്റ്റുകാരനായിരിക്കാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റുകാരനെ CPI ആയിരിക്കാൻ പറ്റില്ല. അത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയും ബിംബാരാധനയിൽ വിശ്വസിക്കുകയും അതിൽ അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, അയാൾ മറ്റേ പാർട്ടിയിൽ അംഗമായിരിക്കാനും പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ മാത്രം ഇങ്ങനെ ഒരു പുതിയ ഇത് ഐറ്റം 28 അനുസരിച്ച് ഉണ്ടാക്കുകയും അതനുസരിച്ച് സംസ്ഥാനങ്ങളിലെ ദേവസ്വം ബോർഡ് ആക്ടുകൾ അമെൻഡ് ചെയ്യപ്പെടുകയും അതിൻ്റെ കീഴിൽ അതിന് കോൺട്രഡിക്ഷൻ വരുന്ന എല്ലാം മാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡുകൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പം നടക്കുന്ന കളവുകളും ബാക്കിയുള്ള നിർത്താൻ പറ്റും. അതിന് ജഡ്ജൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളൊരു എനിക്ക് തോന്നുന്നില്ല ജഡ്ജസ് എല്ലാം അത്ര വലിയ എഫക്റ്റീവ്ലി എഫിഷ്യൻ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ 5 കോടി കേസുകളൊന്നും പെൻഡിങ് കിടക്കില്ല. ഇതൊക്കെ കേട്ടാൽ ഇതൊക്കെ പുറത്ത് വരുമ്പോൾ സൂക്ഷിക്കണേ. ഈ 5 കോടി കേസുകളൊക്കെ പെൻഡിങ് കിടക്കില്ല, പുറത്ത് പോയി കഴിഞ്ഞു. അല്ല, കാരണം അല്ലേ, അവരും നമ്മളെപ്പോലെ തന്നെയൊക്കെ ആണ്. പിന്നെ അവർക്ക് കുറേ ഈ കണ്ടംപ്റ്റും അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടത്താമെന്നുള്ളേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ്. അതായത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ചെയർമാനായിട്ട് ജഡ്ജി വേണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല, ആരായാലും മതി. പക്ഷേ അവർക്ക് വേണ്ട കണ്ടീഷൻസ് ഇതിൽ സ്പെസിഫൈ ചെയ്യണം. മെമ്പേഴ്സിന് വേണ്ടത്, മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന അസംബ്ലിക്ക് വേണ്ടത്, പാർലമെൻറ്റ് മെമ്പേഴ്സിന് വേണ്ടത്, അതൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിവോട്ടീസിൻ്റെ കയ്യിൽ അതുപോലെ എന്തെല്ലാം അവിടെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സനാതനധർമ്മം നല്ല മൂല്യത്തോടെ നടപ്പാക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ച് ചെയ്യാം. അതാണ് വേണ്ടത്. അങ്ങനെ
ദേവസ്വം ടു ഡിവോട്ടീസ് എന്ന മേഖലയിലേക്ക് നമ്മൾ മാറുക. ദേവസ്വംസിനെ ഇല്ലാതായാൽ ജാതിപരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അതിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയൻ. ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. It is an assumption. It's an assumption. ലോകത്തിൽ മൈനോറിറ്റി 3 മതങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ മൈനോറിറ്റി ഹിന്ദു ആണ്. പക്ഷേ അതിനേക്കാളും ചെറിയ മൈനോറിറ്റീസ് എത്രയോ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പാർസികളൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കി എത്ര പേരുണ്ട്? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 60,000 പാർസികളേ ഉള്ളൂ. അപ്പോൾ അല്ല അങ്ങനെയാണ്. പക്ഷേ വാസ്തവത്തിൽ UN ഇതനുസരിച്ച് 5% കൂടുതലുണ്ടെങ്കിൽ ഹി ഈസ് നോട്ട് എ മൈനോറിറ്റി. UN പറയുന്നത് അങ്ങനെയാണ്. 5% കൂടുതലുള്ള ആൾക്കാർ മൈനോറിറ്റി ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ മൈനോറിറ്റി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രം. ആ കൗണ്ടിങ് പ്രോപ്പർ ആയിരിക്കണം. അതായത് ക്രിപ്റ്റോ ആയിട്ട് ആരും ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനീ പറഞ്ഞ ആശയത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ ആശയം എന്താണെന്ന് വെച്ചാൽ, ഈ സെൻട്രൽ ഗവൺമെൻറ് ഒരു ആക്ട് ഉണ്ടാക്കിയിട്ട് ഇത് നടപ്പാക്കുകയാണ് എളുപ്പം. നമ്മളെയൊക്കെ വെറുതെ അടി വാങ്ങിച്ച് വെറുതെ കോടതിയിൽ കേസുമായിട്ട് നടത്തിയിട്ട് കൂടുതൽ പ്രയോജനങ്ങളില്ല എന്നും കൂടി പരസ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ. അല്ലാതെ കാരണം വെൻ ദർ ഈസ് എ ലീഗൽ പോസിബിലിറ്റി, വൈ ഡോണ്ട് ദേ യൂസ് ഇറ്റ്? അപ്പം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു, എൻ്റെ പേരിൽ 300 ചില്ലാനും കേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും നോക്കിയിരുന്ന കോടതിയിൽ നിന്ന് വരുന്ന സമയത്ത് ഹൈക്കോടതിയിൽ പോയി കോഷിയുണ്ട്. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ വേറെയുണ്ട്. അത് മാത്രമല്ല, ഈ ആൾക്കാർ പലരും കുട്ടികൾക്കൊക്കെ പാസ്പോർട്ട് എടുക്കാൻ വയ്യ, അവർക്ക് ഗവൺമെൻറ് ജോബിന് അപ്ലൈ ചെയ്യാൻ വയ്യ, പബ്ലിക് സെക്ടർ ജോബിന് അപ്ലൈ ചെയ്യാൻ വയ്യ. എന്താ കുട്ടികൾ ചെയ്യുന്നത്? ആയിരക്കണക്കിന് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഇതേപോലെ നിയമത്തിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് എന്തുകൊണ്ട് വർക്ക് ചെയ്തുകൂടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്? അത് നടക്കും. പക്ഷേ ദാറ്റ് ഈസ് ഓൺലി എ ഫോർമലൈസിങ് പ്രൊസീജിയർ. ഇപ്പോൾ ഒരു കോടതി വിധിച്ചാൽ അതിന് മുകളിലെ കോടതി, സുപ്രീം കോടതിയിൽ പോകാൻ വരെ എല്ലാവർക്കും അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, പക്ഷേ ദാറ്റ് ഈസ് നോക്കൂ, എനിക്ക് തോന്നുന്നു 1955 കേസൊക്കെ പലതും സിവിൽ കേസ് ഇപ്പോഴും പെൻഡിങ് ഒന്നുണ്ട്. 5ാമത്തെ തലമുറയ്ക്കായിട്ട് കേസ് നടത്തി പോകുന്നുണ്ട് ഇപ്പോഴും. 1955 കേസൊക്കെ കോടതിയിൽ പെൻഡിങ് ഉണ്ട്. ചതി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് അനൗൺസ് ചെയ്യുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് അമ്പലങ്ങളെ ഹിന്ദുക്കളെ ഏൽപ്പിക്കുകയാണ്. വേറെ ഒരു മതക്കാരൻ്റെയും ആവശ്യമില്ല. ഹിന്ദുക്കൾ ഇവിടെ ഒരു കലാപം തല്ലിച്ചാവും. ഒരു സംശയവും വേണ്ട. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെമ്പിൾസ് ടു ഡിവോട്ടീസ് വേണ്ട, ദേവസ്വം ടു ഡിവോട്ടി മതി. ആ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അതുപോലെ നിലനിന്ന് അതിലേക്ക് ഉള്ള ആ സെറ്റപ്പ് എങ്ങനെ നന്നാക്കിയെടുക്കാമെന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഹിന്ദുക്കൾ ആ നിലയിലേക്ക് വളരുന്ന ഒരു സമയത്ത് ജാതി ചിന്തയൊന്നും ഇല്ലാതെ ശരിക്കും നല്ല ഹിന്ദുവായിട്ട് വളരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഹിന്ദുവിനെ ഏൽപ്പിക്കാൻ നേരിട്ട്. ഓരോ കോവിലിനും ഏത് ഒരു ഗ്രാമത്തിൽ ഒരു കോവിൽ, അപ്പോൾ ആ കോവിലിന് അവിടെ ഉള്ളവർ ചെയ്യും, ഒരു പ്രശ്നവും വരില്ല. ഇത് ഒരുപാട് കോവിലുകൾ ചേർന്ന് അവർ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് തെറ്റ് വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം.
ഒന്ന് നമുക്ക് മറ്റൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ അമ്മയുടെ കുടുംബ ദേവത അന്ന് ഭദ്രകാളിയായിരുന്നു. അപ്പോൾ അതൊരു 8 കുടുംബങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നാട്ടുകാരെ ഏറ്റെടുത്ത് അവിടെ ഒരു സമിതി ഉണ്ടാക്കി അതിനെ ട്രസ്റ്റ് രൂപീകരിച്ചു. അപ്പോൾ ആദ്യം പ്രശ്നം വെച്ചു. ഈ പ്രശ്നം വെപ്പ് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവരതിനെ ഭദ്രകാളിയെ ദുർഗയാക്കി മാറ്റി. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന വിഗ്രഹം എടുത്ത് മാറ്റി അതിന് പഞ്ചലോഹ വിഗ്രഹമായി. ആചാരരീതി അന്നത്തെ ആചാരം അനുസരിച്ച് മഹിഷം എന്ന് പറയും. അതായത് ചുമന്ന വസ്ത്രം ധരിച്ച ഒരു പ്രായമായ സ്ത്രീ. അവർ വരുന്നത് കാട്ടിൽ നിന്നാണ് വരുന്നത്, ട്രൈബാണ്. അവർ വന്ന് അവർക്ക് മാത്രമേ ആ വിഗ്രഹത്തിൽ തൊടാൻ അവകാശമുള്ളൂ, അവരെ പൂജ ചെയ്യൂ. ഈ മഹിഷം മരിക്കുന്ന സമയം മറ്റൊരു മഹിഷം തുള്ളിക്കൊണ്ട് വരുമെന്നാണ് കേട്ടിട്ടുള്ളത്. അത്ര ഒരു ഡിവൈനാണ്. അവരാണ് വന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പ്രശ്നം വെപ്പെല്ലാം കഴിഞ്ഞു, നമ്പൂതിരി പൂജ ചെയ്യണം. ആചാര രീതി തന്നെ മാറ്റി. അപ്പോൾ ഇതിൽ ആചാര സംരക്ഷണമൊന്നും അപ്പോഴും നോക്കാറില്ല. അപ്പോൾ ഈ രീതിയിൽ വരെ ക്ഷേത്രങ്ങളിൽ കയ്യേറ്റങ്ങൾ നമ്മൾ ഹിന്ദു സമൂഹം തന്നെ ചെയ്തു പോകുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് എത്രയോ സ്ഥലത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളെ മാറ്റി ദുർഗയാക്കിയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും. അപ്പം അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന 2-3 ക്ഷേത്രങ്ങളിലാണ് ബലി കൊടുക്കുന്ന സ്ഥലങ്ങളുള്ളൂ. അപ്പോൾ ഒരു കണക്ക് എനിക്ക് കിട്ടിയത് 142 ക്ഷേത്രങ്ങളിൽ ബലി നൽകുന്നുണ്ട്. കോഴിയും അതുപോലെയുള്ള ജീവികളെയൊക്കെ ബലി കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഒരു അദ്വൈത വിശ്വാസിക്ക്, ഞാൻ അദ്വൈതത്തിലില്ലാത്ത ഒറ്റ അമ്പലത്തിലേ പോയിട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ടുള്ളൂ കാസർഗോഡ്. ഞാനും ശ്രീ സുരേഷ് ബാബും കൂടി ഈ വർഷം ജനുവരി 28-ന് കാസർഗോഡ് പോയായിരുന്നു. അത് ദ്വൈത്വമാണ്, അത് അദ്വൈതമല്ല ആ ക്ഷേത്രം. പക്ഷെ അവിടെ ശിവനാണ് പ്രതിഷ്ഠ. പക്ഷെ അദ്വൈതത്തിൽ വിശ്വസിക്കുന്നവരെ എങ്ങനെയാണ് നമ്മുടെ തന്നെ ഭാഗമായിട്ടുള്ള കോഴിയെയും അല്ലെങ്കിൽ ആടിനെയൊക്കെ ബലി കൊടുക്കുന്നത്? അതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മുടെ പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള അതേ കോഴീനെ നിങ്ങൾ പരമാത്മാവിന് ബലി കൊടുക്കുന്നു. കോഴിയിറച്ചി തിന്നുന്നത് വേറെ കാര്യം, പക്ഷേ അത് ബലിയുടെ പേരിൽ എന്തിനാണ് തിന്നുന്നത്? അപ്പോൾ അത് അല്ലാതെ നിങ്ങൾ പിടിച്ച് തിന്നണമെങ്കിൽ ആവശ്യമുള്ളവർ തിന്നട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ അത് 142 ഇതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ മറ്റേ ഇത് വരുന്നു എന്ന് പറഞ്ഞില്ലേ, മറ്റേ ചുവന്ന ഇത് കെട്ടിയിട്ട് മഹിഷം വരുന്നത്. ശരിക്കും അനന്തപുരം കുമ്പള അവിടുത്തെ ആ ടെമ്പിളിൽ ഒരു മുതലയുണ്ടായിരുന്നു. ആ മുതല ചത്തുപോയി. പക്ഷേ അല്ല, ആരും അറിയാതെ വേറൊരു മുതല വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു മുതലുണ്ട്. ഇപ്പോൾ അവിടെ എങ്ങനെ വന്നു എന്നറിയില്ല, എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഏതായാലും മുതലുണ്ട്. അതേ സ്വഭാവങ്ങൾ, അത് വെജിറ്റേറിയൻ മുതലയാണ്. ആ വെജിറ്റേറിയൻ സ്വഭാവങ്ങളെല്ലാം ഉണ്ട്. പൂജയുടെ സമയത്ത് മാത്രം വന്നൊക്കെ കഴിച്ചു പോകുന്നു. സർ, സെൻട്രൽ ആക്ട് പ്രിവെയിൽ ചെയ്യാം എന്ന് അങ്ങ് പറഞ്ഞിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനലി നമുക്ക് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് തന്നെ ഒരു 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 ബൈ എ സെൻട്രൽ ആക്ട് ഒരു ഐ തിങ്ക് ദ മൂവ്മെൻറ്റ് ഷുഡ് ബി ദാറ്റ്. നമ്മുടെ ഒരു റെസൊല്യൂഷൻ അതിനായിരിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു വിധിയുണ്ടായിരുന്നു, സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു. അതിനകത്ത് പീപ്പിൾ ക്യാൻ നോമിനേറ്റ്, ഇവിടുത്തെ പാലസിനെ നോമിനേറ്റ് ചെയ്യാൻ ഒക്കുന്ന ഇതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ടെമ്പിൾസ് ഫോർ ഡിവോട്ടീസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു പക്ഷേ ഫ്രം വാട്ട് ഐ കുഡ് ഗ്യാദർ ഫ്രം യു, ഈ പറയുന്ന പോലെ പ്രശ്നം വെപ്പും കാര്യങ്ങളൊക്കെ പറ്റി ഒരു ദേവസ്വം ബോർഡ്, ഒരു കേരള ദേവസ്വം ബോർഡ് ഫോർ ദ ഡിവോട്ടീസ് ബൈ ദ ഡിവോട്ടീസ് എന്നുള്ളൊരു ഒരു ഒരു സെൻട്രൽ ആക്ടിന് വേണം നമ്മളൊരു പക്ഷേ മൂവ് ചെയ്യാൻ. അത് പോസിബിളും ആണെന്നുള്ളതാണ്. പോസിബിൾ അല്ലാത്ത കാര്യം അല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷനലി നമുക്കത് ചെയ്യാൻ ഒക്കും. അപ്പം ദാറ്റ് ഇസ് വാട്ട് ദ ഇൻഫറൻസസ്. What do you think about? You can read through that. എൻ്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ you can go through that and see. നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായാലും മന്ത്രിമാരായാലും ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അവിടെ മാറാതെ നിൽക്കും. 41 ദിവസം വ്രതം എടുത്ത് അയ്യപ്പനെ കാണാൻ വരേണ്ടവനാണ്. ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ വ്രതം എടുത്തിട്ടില്ല. ഈ പോണ വഴിക്ക് തന്നെ അപ്പുറത്ത് കയറി മറ്റേ സാധനം കഴിച്ചിട്ടാണ് അവിടെ പോണത് യാത്ര. ഇങ്ങനെ ഉള്ളവരാണ് അവിടെ ചെന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഞാൻ ഈ തവണ ഫേസ്ബുക്കിൽ അതിന് ഇട്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ശ്രീ വാസവൻ വയറിൻ്റെ താഴിലുള്ള സാമാനങ്ങളും കൂടി താങ്ങാനായിട്ട് അവിടെ പോയി നിൽക്കണ്ട, അത് വേറെ എവിടെയെങ്കിലും പോയി നിന്നാലും മതി, അല്ലാതെ അയ്യപ്പൻ്റെ മുന്നിൽ പോയി തന്നെ ഇത് താങ്ങി നിൽക്കണ്ട എന്നാണ് ഞാൻ ഇട്ടിരുന്നത്. ഈ പറഞ്ഞ സജഷൻസ്
ദേവസ്വം ജനങ്ങളുടെ ഡിവോട്ടീസിൻ്റെയാണ്. അതിനൊക്കെ വളരെ നല്ല സജഷൻസ് തന്നെയാണ്. ഒരു ചോദ്യം, ഈ പ്രശ്നം കൂടുതലും സാമൂഹികമാണോ ലീഗലാണോ? അപ്പോൾ ഇത് കൂടുതലും നോക്കുകയാണെങ്കിൽ സാമൂഹികമാണ്. ക്ഷേത്രങ്ങൾ സമൂഹ കേന്ദ്രങ്ങളായിരുന്നു, വ്യവസ്ഥകളായിരുന്നു. അപ്പോൾ വീണ്ടും സമൂഹത്തിൽ ഒരിക്കലും അല്ലായിരുന്നു. ക്ഷേത്രങ്ങൾ ഒരിക്കലും സാമൂഹിക ആയിരുന്നു എന്ന് ഞങ്ങളൊന്നും പറയുന്നു. അല്ല, അവിടെ അല്ല, തന്നെയാണ് ഈ ക്ഷേത്രങ്ങളൊന്നും കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ സമൂഹത്തിന്റെ ആയിരുന്നു എന്ന് ഞങ്ങൾ പറയില്ല. അല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ഹിന്ദുക്കളും പറയില്ല. സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. അവിടെയാണ് അല്ല, സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായിരുന്നില്ല. അല്ലായിരുന്നു. ഒറിജിനലായിട്ട് ക്ഷേത്ര സങ്കല്പം അത് വേറെ. പക്ഷെ ക്ഷേത്രങ്ങൾ പ്രായോഗികമായിട്ട് എങ്ങനെ വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ അത് ഈ സ്വന്തം എങ്ങനെ ഊരാളന്മാരുടെ ആയിരുന്നു. ക്ഷേത്രങ്ങൾ ഊരാളന്മാരുടെ ആയിരുന്നു, അല്ലാതെ പൊതുസമൂഹത്തിൻ്റെ ആയിരുന്നില്ല. ഊരാളന്മാരാണെന്ന് അല്ലേ അവരറിയപ്പെടുന്നത്? ഊരാളന്മാരായിരുന്നു. ഒരിക്കലും അത് ഭരണമല്ല ഞാൻ പറയുന്നത്. അല്ല, ഊരാളന്മാരുടെ ആയിരുന്നു. അതെ, ടെമ്പിൾ സോഷ്യൽ സെന്റേഴ്സ് ഓഫ് സൊസൈറ്റി. ഞാൻ പറയട്ടെ, ആ സോഷ്യൽ സെന്റേഴ്സിൽ ഇപ്പം നമ്മൾ ആരോ ഒരാൾ കഥ എഴുതിയല്ലോ സ്ത്രീകളുടെ പറ്റി, ഹരീഷ് സത്യത്തിൽ അയാൾ എഴുതിയത് സത്യമൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഒരൊറ്റ ഇത് പറയാം, ഇപ്പോഴാണെങ്കിൽ അത് എഴുതാനും പറ്റില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അതൊന്ന് വായിച്ചു. അത് ഏകദേശം 50s നടക്കുന്ന കഥയല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. കഥ പോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകൾക്കും ഉള്ള സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ അനുഭവമാണ്. അതൊന്ന് വായിച്ചു വയ്ക്കാൻ മതി. അപ്പോൾ ഞാൻ നിർത്താണെന്ന്. ഞാനും